ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനി. ആദ്യാവസാന അഴിമതി, ഇതൊക്കെ കമ്പനികളാണ്. ആ കമ്പനിയിൽ ആകെ 3 പേരേ ഉള്ളൂ. ആകെ 3 പേരാണ് ആ കമ്പനിയിലെ ജീവനക്കാരായിട്ട് ഉള്ളത്. ആദ്യത്തെയാള് ഫിറോസ്, സെയിൽസ് മാനേജർ. റയീസ്, ഓഫീസ് മാനേജർ. അവസാനമുള്ള അസ്ലം ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ്. അല്ല, ഇവര് 3 പേരും മാനേജർ തസ്തികയിൽ ജോലി ചെയ്യുന്നു അവിടെ. അപ്പൊ ആ കമ്പനിക്ക് MD ഒന്നും ഇല്ലേ? ഇല്ല, MD ഇല്ല, അതിന് സീപ്പർമാരില്ല, അതിന് ക്ലാർക്കുമാരില്ല, ഒന്നുമില്ല. PK ഫിറോസിനെ പോലെയുള്ള ഒരു യുവ നേതാവ് 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുക്കും. അദ്ദേഹത്തിന്റെ ജോലി അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം അഫിഡവിറ്റിൽ വ്യക്തമാക്കുന്നത്. 2021 അദ്ദേഹം ബാർ കൗൺസിൽ അംഗമായിരിക്കെ, ഒരു പ്രാക്ടീസിംഗ് ലോയർ ആയിരിക്കെ, അഭിഭാഷകനായി ആണ് എന്ന് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പറയുന്ന സമയത്ത് ചട്ടവിരുദ്ധമായി മറ്റേതെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെട്ടിരുന്നോ എന്നുള്ളതാണ്. അത് പുറത്തു വന്നാൽ അന്ന് കൊടുത്ത അഫിഡവിറ്റ് തെറ്റാണെന്ന് പറയും. അതിനകത്ത് PK ഫിറോസിന് മറ്റ് ന്യായങ്ങളൊന്നുമില്ല. 2024 മുതൽ അല്ല, അദ്ദേഹത്തിന് അതിനു മുമ്പ് മുതൽക്ക് തന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ എംപ്ലോയ്മെന്റ് വിസ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഇൻഫർമേഷൻ പറയുന്നത്. 19/5/2024 നേരത്തെ ഉണ്ടായിരുന്ന ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന രേഖയാണിത്. ഇത് പരിശോധിക്കണം. അപ്പൊ എന്ന് മുതൽക്കാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാർഡ് വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 അദ്ദേഹം താനൂരിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോബ് കാർഡ് ഉണ്ടായിരുന്നോ? സമഗ്രമായ അന്വേഷണം വേണം. ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന് 47 ലക്ഷം രൂപയോളം ബാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 2021 ശേഷമാണ് PK ഫിറോസിന്റെ ഒരു ഭാഗ്യം തെളിയുന്നതെങ്കിലും അഴിമതിയാണ്. മിസ്റ്റർ അരുൺകുമാർ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരാൾക്ക് ലോട്ടറി കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. ഭാഗ്യം കൊണ്ട് അയാൾക്ക് അത് കിട്ടിയതാണ് എന്ന്. ഒരു ബിസിനസ് സംരംഭം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ബിസിനസ് സംരംഭം ഒരാൾ തുടങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ പണം വേണമല്ലോ. ആ നിക്ഷേപ പണം എവിടെ നിന്നാണ് അയാൾക്ക് കിട്ടിയത് എന്നുള്ളത് പ്രസക്തമല്ലേ? രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യവസായ പ്രമുഖന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്, ശരിയാണ്. അവരുടെയൊക്കെ തന്നെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അവർ കാലങ്ങളായിട്ട് വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണ്. ഫിറോസിനെ എപ്പോഴെങ്കിലും ഡോക്ടർ അരുൺകുമാർ ഒരു വ്യവസായ യുവ സംരംഭകൻ എന്നുള്ള നിലയിൽ അറിഞ്ഞിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപം വേണ്ട വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ ഒരാൾ തുടങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ പണം വേണം. ആ പണം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.